നായർ സിനിമ അല്ലാണ്ട് ഇവിടെ സിനിമയില്ല ചേച്ചി മലയാളത്തില്. പാവപ്പെട്ടവന് പടം ഏതാണ് ഇവിടെ? പാവപ്പെട്ടവന് പാട്ടുണ്ട് ഇപ്പൊ. പാട്ട വെറുതെയാണ്. എനിക്ക് എഴുതാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് തോന്നി ഇപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു. ഓക്കെ, ഇത് എനിക്ക് എഴുതാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടില്ല. വേറെ ഒരു പ്രേമപ്പാട്ടുണ്ട്, അത് എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമിക്കാതെ നമുക്കറിയാൻ പാടില്ല. ഫസ്റ്റ് ഡ്രാഫ്റ്റ് കിട്ടിയപ്പോൾ തന്നെ എന്താ പറയാ, എന്റെ കിളി പോയി. ഹീസ് അൺസ്റ്റോപ്പബിൾ. എന്തൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും വേടന്റെ ടൈപ്പ് ആർട്ട് ഫോമിനൊന്നും ആർക്കും ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റില്ല. അത് ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് മാത്രമേ പറ്റൂ. ശരിയില്ല, ഐ സീ എ ലോട്ട് ഓഫ് ഗാങ്സ്റ്റേഴ്സ്. ഇപ്പൊ മോൺസ്റ്റർ ആണല്ലേ? ഞാൻ മോൺസ്റ്റർ അല്ല, ഗാങ്സ്റ്റർ, പാട്ടുകാരൻ. കാരണം ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഹിപ്പ് ഹോപ്പ് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമായി മാറി നമ്മുടെ കൾച്ചറിനകത്ത്. അപ്പൊ അത് സിനിമയ്ക്കകത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ അത് സിനിമാക്കാരുടെ തൊഴിലാണ്. ആക്ച്വലി നമ്മൾ പണിക്ക് പോയേ പറ്റൂ. സ്കൂൾ കഴിഞ്ഞാൽ പണിക്ക് പോകണം. അതുകൊണ്ട് അമ്മനെയും അപ്പനെയും വളർത്തിയ ആൾക്കാരല്ല നമ്മൾ. അപ്പൊ നമ്മള് അവരെ കാണുന്നത് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾക്കാരായിട്ടാണ്. അല്ലാതെ അമ്മ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ അങ്ങനെയൊന്നുമില്ലേ. കുറെ ആൾക്കാർക്ക് അങ്ങനെയാണ്. സിനിമയിലെ അമ്മയല്ല നമ്മുടെ അമ്മയപ്പനും. നമ്മുടെ അമ്മയപ്പനൊക്കെ ഭയങ്കര അപകടകാരിയായിട്ടുള്ള ആൾക്കാരാണ്. അംബേദ്കറിന്റെ ഒരു ശരി ഉണ്ടെങ്കിൽ ആ ശരിക്ക് ചുറ്റും കൂടി വെച്ചിട്ടുണ്ടാവും. കാരണം അത് ആരും തല്ലി പൊട്ടിക്കാണ്ടിരിക്കുക. കാരണം ആ ഐഡിയയെ തന്നെ ഇവർ പേടിക്കണല്ലേ. ആ രൂപത്തിൽ തന്നെ കാണുമ്പോൾ ഇവന്മാർക്ക് താളില് വിടും. നിങ്ങൾക്കുള്ള തമിഴിലെ തെറിയാണോ? അല്ലല്ല, ചെറുതായിട്ട്. അനൂപ് മേനോന്റെ പുതിയ ചിത്രം ചെക്ക്മേറ്റിലെ സംവിധായകനും അതോടൊപ്പം തന്നെ ആ സിനിമയിൽ ഒരു പാട്ട് ചെയ്തിരിക്കുന്ന വേടനാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ചായക്ക് നല്ല ചൂടുണ്ടോ? കാപ്പിയാണ്, നല്ല കാപ്പി. നല്ല കാപ്പിയാണ്. ചൂടില്ല? നല്ല ചൂടാണ്. ചൂടുണ്ട്. ഹോട്ട് ഏത് തരത്തിലാണ് ഉള്ളത്? സിനിമയുടെ ഹോട്ടാണോ ഉള്ളത് അതോ ചായയുടെ ഹോട്ടാണോ ഉള്ളത്? മൊത്തത്തിൽ തലയും ശരീരവും എല്ലാം ഹോട്ടാണ് എന്ന് തന്നെ പറയാം. 10 ദിവസം പടം ഇറങ്ങുക. രതീഷ് ശേഖർ അല്ലേ? കോട്ടയംകാരനാണ്. തിരുവഞ്ചൂർ. അതന്നെ ഭയങ്കര സന്തോഷമാണ് എനിക്ക് പരിചയപ്പെട്ടപ്പോ തന്നെ. അതെ. വേടനെ നോക്കാതെ തന്നെ ഒരു ക്വസ്റ്റ്യൻ. വേടനെ നോക്കരുത്, ഓക്കെ? എന്നോട് പറയണം, വേടന് ഇതിനകത്ത് ഒരു മ്യൂസിക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാ ആദ്യം ഇങ്ങനെ ഒരു തോട്ട് വന്നിട്ട് വിളിച്ചത്? എൻ്റെ സുഹൃത്ത് സുനിത് ജോൺ, പുള്ളിയാണ് പടത്തിൻ്റെ മ്യൂസിക് സൂപ്പർവൈസറും പുള്ളിയാണ്. അപ്പോൾ ഈ റാപ്പ് എന്ന് പറയുന്ന ഒരു ആശയം, ഞാൻ കുറേ റാപ്പ് ട്രാക്കുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സന്ദർഭം ആ ഒരു സോങ്ങിൻ്റെ ഒരു പശ്ചാത്തലവും അതിൻ്റെ ഒരു കോർ ലോജിക്കും കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആൻഡ് എനർജറ്റിക്, ഒരു 140 ബീറ്റ്സ് പെർ മിനിറ്റ് മേലെ നിൽക്കുന്ന ടൈപ്പ് ഓഫ് വളരെ എനർജി വേണ്ടൊരു സംഭവമാണ്. അപ്പം ഹിരണിനെ അറിയാം, വേടനെ അറിയാമല്ലോ, കിട്ടാൻ പാടാണ്. പക്ഷെ അതാണ് എന്റെ ചോദ്യം. ഒരു വിധത്തിൽ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അതായിരുന്നു. ഞാൻ സുനിതിന്റെ അടുത്ത് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒന്ന് ട്രാക്ക് ഡൗൺ ചെയ്യണം, എന്നിട്ട് ഞാൻ ഈ പാട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേടനത് ചെയ്യും. അതായിരുന്നു എൻ്റെ ഒരു കോൺഫിഡൻസ്. അപ്പൊ അതിന് 2-3 സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവസാനം അദ്ദേഹത്തെ ഒന്ന് ലൈനിൽ കിട്ടി. പറഞ്ഞ പോലെ ഒരു സൂം കോള് കിട്ടില്ല. അപ്പൊ അങ്ങനെ സൂം കോളിൽ കയറി ഒരു ടോപ്പ് ലൈൻ സാധനം അയച്ചു കൊടുത്തു. ഓക്കെ ഏട്ടാ നമുക്ക് നോക്കാം എന്നൊരു മെസ്സേജ് വന്നു. അതാണ് സംഭവിച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയും. അതെ, ഞാൻ ഇത് ചോദിക്കാനുള്ളൊരു കാരണം, ഈ അടുത്തിടെ മഞ്ഞുമൽ ബോയ്സ് ഹിറ്റായി, അതിൽ ഭയങ്കരമായിട്ടും ട്രാക്ക് ഭയങ്കര ഹിറ്റായി. ആ പാട്ടിന്, ആ പടത്തിൻ്റെ ഏറ്റവും എനിക്ക് തോന്നുന്നു ഒരു കോറിലുള്ള ഒരു പാട്ടായിരുന്നു അത് കണ്ടിട്ടാണോ വിളിച്ച്, ലൈക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രാക്കിന് അതങ്ങനെ കാണുക എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പുതിയ പടങ്ങളിൽ ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും ഈ ഒരു ട്രാക്ക് എടുക്കുന്നുണ്ട്, ഈ ഒരു അത്യാവശ്യം റാപ്പ് മോഡൽ എടുക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണോ ഇവർ വന്നത് അതോ? അല്ലല്ല, കുതന്ത്രം ഇപ്പൊ ഇറങ്ങിയല്ലോ. ഇത് നമ്മളൊരു 1.5 വർഷത്തിന് മേലെ ആദ്യമായി ഞാൻ ഹിരണിന് മെസ്സേജ് അയക്കുന്നത് മാർച്ച് 29, 2023. 1.5 വർഷമായിട്ട് അവസാനം മെരിക്ക് എടുത്ത് കൊണ്ടുവന്നു. ഇല്ല, നമ്മളപ്പം തന്നെ ഒരു പുള്ളിക്കാരൻ ലൈക്ക് ആക്ച്വലി നല്ല മ്യൂസിക് കമ്പോസറാണ് രതീഷേട്ടൻ. പിന്നെ എനിക്ക് സ്ക്രിപ്റ്റ് മറക്കാറുണ്ട്. എനിക്ക് എഴുതാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് തോന്നി ഇപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു. ഓക്കെ, ഇത് എനിക്ക് എഴുതാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ വേറെ ഒരു പ്രേമപ്പാട്ടുണ്ട്, അത് എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമിക്കാതെ നമുക്കറിയാൻ പാടില്ല. ഒരു ബ്ലോക്ക് ഓഫ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ ഫാസ്റ്റ് ആണ് പുള്ളി. ആ ബ്ലോക്ക് ഓഫ് ടൈം കിട്ടണം. അതിനിടയ്ക്ക് മറ്റ് ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ കയറി. അപ്പോൾ അതിനാണ് അദ്ദേഹത്തിൻ്റെ മാനേജർ വിക്കി ആയിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ വിക്കിയെ പോലുള്ള ഒരാൾ അവിടെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഒരു ബ്ലോക്ക് ഓഫ് ടൈം കിട്ടാനാണ് പാട്. ആ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിയുടെ 100% കോൺസെൻട്രേഷൻ ഏത് ക്രിയേറ്റീവ് വർക്കിലാണോ അത് ഉത്തരവാദിത്തോടുകൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ഇതും ഈ സിനിമയിലെ ഒരു പ്രധാന സോങ്, ഏറ്റവും പ്രധാനമായ ഒരു സോങ്, ഒരു വഴിത്തിരിവ്, ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ഇപ്പൊ പാടാൻ പറ്റുമില്ലായിരിക്കും അല്ലേ? ഞാൻ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പഠിച്ച് ഇന്ന് വൈകുന്നേരം ഷോ ചെയ്യണം. ഇന്ന് ഷോ ചെയ്യണം. ഈ പാട്ടോ? അതെ.
ഓ ഇതിന് ഇന്ന് പ്രൊമോഷൻ Yes. ഇത് പ്രമോഷൻ സോങ് ആണ്. ഇന്ന് വൈകുന്നേരം ഹയാത്തിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. വൈകുന്നേരം 5 മണിക്ക്. വൈകുന്നേരം 5 മണി. ഇതിലും എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? ഇപ്പം എഴുതിക്കുമ്പോൾ എപ്പോഴും വേടനെ കൊണ്ട് നമ്മളൊരു സോങ് ചെയ്യിക്കുമ്പോൾ എന്തെങ്കിലും നല്ല ഒരു രാഷ്ട്രീയമുണ്ട്, കൃത്യമായ ഒരു രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ ഇതായിരിക്കണം കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കൊടുത്തിരുന്നോ, അതോ ഇതാണോ സിനിമയ്ക്ക് വേണ്ടത്? സി ഒരു ലോജിക്ക് ആദ്യം ഒരു അജണ്ട ആദ്യം ബിൽഡ് ചെയ്തതിന് ശേഷം ഒരു ക്രിയേറ്റീവ് വർക്കിലേക്ക് അല്ല ഞാൻ പോകുന്നത്. ആദ്യം ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ആശയം മനസ്സിൽ വരും, എന്നിട്ട് അതിൻ്റെ മേലെ ബിൽഡ് ചെയ്യാനാണ് താല്പര്യം. അപ്പം അതിനകത്ത് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ഇപ്പം ചെക്ക്മേറ്റിലെ ഫിലിപ്പ് കുര്യൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഭാനുപട്ടൻ തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു പാലയിൽ നിന്നുള്ള ഒരു സാധാരണ അച്ചായൻ, ഒരു മലയാളി, ഫിലിപ്പ് കുര്യൻ ഒരു മലയാളി അമേരിക്കയിൽ വന്ന് പല പല സ്ട്രഗിളിലൂടെയും പോയി അദ്ദേഹം ഒരു നിലയിൽ എത്തുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലിറിക്സ് ഞാൻ വേടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു 6 മിനിറ്റിൻ്റെ എന്തോ ഒരു വോയിസ് ക്ലിപ്പായിരുന്നു. പുള്ളി പറഞ്ഞു ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ ഫിലിപ്പിൻ്റെ ഒരു ക്യാരക്ടർ ആർക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള, അപ്പോൾ അവിടെയാണ് അതുകൊണ്ടാണ് വഴിയിലാരടാ മാറടാ വരണതാരടാ വീരനാണടാ ആ ഒരു അതിലേക്ക് കൊണ്ട് എത്തിക്കണമെങ്കിൽ അതിനൊരു സ്റ്റാർട്ട്. ഞാനിന്ന് കാണാതെ പഠിക്കണം. ഞാനത് ആലോചിച്ചിട്ട് ടെൻഷനാണ്. വരികളും ഓർമ്മയില്ല, ചെറിയ ഒരു സാധനമൊക്കെ ഓർമ്മയുള്ളത്. കാരണം പെർഫോം ചെയ്യാൻ അറിയില്ലല്ലോ ഈ പാട്ട്, കാരണം ഇത് റിലീസ് ആയിട്ടില്ല. അപ്പൊ പെർഫോം ചെയ്യാനുള്ള ഒരു ഇതായിട്ടില്ല. പെർഫോം ചെയ്യണം. തീർച്ചയായിട്ടും പ്രതീക്ഷയാണ്, വൻ പ്രതീക്ഷ. ഇല്ല, അതിപ്പോ നമ്മൾ ചെയ്യുന്ന എല്ലാ ട്രാക്കും നമ്മൾ പെർഫോം ചെയ്യണമല്ലോ. ഇതിന്റെ സ്പീഡ് ഭയങ്കര സ്പീഡാണ്. അതുകൊണ്ട് ഇതിന്റെ ഒരു ട്രാക്ക് കിട്ടിയപ്പോ തന്നെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഫസ്റ്റ് ടേക്ക് ഞാൻ എനിക്ക് 3-4 വാക്കുകൾ ഒന്ന് മാറ്റാൻ പറ്റും, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഡ്രാഫ്റ്റ് കിട്ടിയപ്പോ തന്നെ എന്താ പറയാ, എന്റെ കിളി പോയി. പാലക്കാരൻ അച്ചായന്റെ ഒരു കഥ പറയുന്ന, ഇപ്പം അതിൽ 2 രീതി നമുക്ക് സംസാരിക്കാവേ. പാലക്കാരൻ അച്ചായൻ എന്ന് പറയുന്നത് ഈ എപ്പോഴും കുടിയേറുന്നത് ക്രിസ്ത്യാനിറ്റി സമൂഹത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ, US പോലുള്ള രാജ്യങ്ങൾ പണ്ട് മുതലേ കുടിയേറുന്നവരാണ്. അവർ പറയുന്ന പ്രധാന കാരണം അവിടെ കഷ്ടപ്പെട്ടിട്ടാണ് നിലനിൽക്കുന്നതെന്നാണ്. അപ്പോൾ ആ ഒരു കഷ്ടപ്പാട് ഇപ്പം വേടൻ അത് കിട്ടിക്കാണണമെന്നില്ല, മനസ്സിലാവുന്നതോ ഞാൻ പറഞ്ഞേ? പക്ഷെ കഷ്ടപ്പാട് വേടം വേറെ പലതും കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വല്ല ഇമാജിനറി ചെയ്തിട്ടാണോ ഇത് രണ്ടും? ഇതിപ്പോ രതീഷേട്ടൻ നേരത്തെ പറഞ്ഞ ഒരു 6 മിനിറ്റ് നേരത്തെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. ആ വോയിസ് ക്ലിപ്പ് എനിക്ക് എഴുതാനുള്ള ഫുൾ സ്റ്റോറി ഓൾറെഡി അതിനകത്ത് ഉണ്ടായിരുന്നു. ഇന്നതാണ് ആവശ്യം. അപ്പൊ എനിക്ക് ഇതൊന്ന് ബേസിക് ആയിട്ട് എനിക്ക് കണക്ട് ആവുന്ന ഒരു കാര്യം, ഈ പടത്തിനകത്ത് ക്യാരക്ടർ അനുപന്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് അമേരിക്കയിൽ വന്നിട്ട് അവിടെ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ട് വന്നേക്കുന്ന ഒരാള്, ഒരു ഹാഫ് ഗാങ്സ്റ്റർ മോഡാണ്. അപ്പോൾ ഒരു ബേസിക് വയലൻസ് നമുക്കറിയാം. അപ്പൊ അത് വെച്ച് എഴുതിയതാണോ നമുക്ക് ഇങ്ങനെ തന്നെയായിരിക്കും. പിന്നെ എല്ലാവരുടെയും സ്റ്റോറി, എല്ലാ ഗാങ്സ്റ്റർ സ്റ്റോറി അങ്ങനെയാണല്ലോ. ഒരുത്തൻ വരുന്നു, ഒരുത്തനെ തകർത്ത് വേറൊരുത്തൻ വരുന്നു. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന പേരുള്ള ലോകം തന്നെ ഓർക്കാവണം. അത് സെയിം സാധനം, അത് വെച്ച് അത്ര തന്നെ. സിമ്പിൾ. 10 മിനിറ്റ് 10 മിനിറ്റ് ഒന്നല്ല, വയ്യ പൊന്നേച്ചി, കുറച്ച് പണിയെടുത്ത് എഴുതി. 10 മിനിറ്റ് ഒന്നല്ല. അല്ല, എനിക്ക് തോന്നുന്നു മറ്റേ കുതന്ത്രം പെട്ടെന്ന് എഴുതിയെന്നല്ലായിരുന്നു. കുതന്ത്രം അത് പിന്നെ എന്താണെന്നറിയില്ല, ആ ഓറ ഡിഫറെന്റ് ആണല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ ചോദിച്ചത്. അത് ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് എഴുതിയത്. എനിക്ക് 2-3 ആഴ്ചയൊക്കെ എടുത്തിട്ട് തന്നെയാണ് എഴുതിയത്. കുതന്ത്രം എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് ഇരിക്കല്ല. ഇപ്പൊ ഈ പാട്ട് എഴുതിട്ട് പുറത്തു പോയാൽ മതി എന്നുള്ള സീനാണ് ചിദംബരം ചേട്ടനൊക്കെ ഇരിക്കുന്നത്. നീ എന്നിട്ട് പോയാ മതി. പിന്നെ എനിക്ക് മഞ്ഞുമൽ ബോയ്സ് സാധാരണക്കാരുടെ കഥയാണല്ലോ. അവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു എക്സ്ട്രാ ഭയങ്കര ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിൽ നടന്ന ഒരു എക്സ്ട്രാ കാര്യം എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ ഓൾറെഡി അവരുടെ ലൈഫ് ഓൾറെഡി നമ്മൾ അങ്ങനത്തെ ജീവിതം ജീവിക്കുന്നവരാണല്ലോ. കാലത്തൊട്ട് വൈകുന്നേരം പണിക്ക് പോയിട്ട് 1:30 അടിച്ച് കിടന്നു പോകുന്ന ആൾക്കാരാണല്ലോ നമ്മള്. അപ്പൊ ലൈഫ് എനിക്ക് അത് ഭയങ്കര നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു ഗാങ്സ്റ്ററെ കണ്ടിട്ടില്ല. നമ്മള് ഗാങ്സ്റ്റർ ആണ് ചെയ്യുന്നത്. പിന്നെ അച്ചായന്മാർ, ഞാൻ ഇഷ്ടമാതിരി ഗാങ്സ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ തൃശ്ശൂരിൽ ജനിച്ചു വളർന്നതാണ്. ഐ സീ എ ലോട്ട് ഓഫ് ഗാങ്സ്റ്റേഴ്സ്. ഇപ്പൊ മോൺസ്റ്റർ ആണല്ലേ? അല്ല, ഞാൻ മോൺസ്റ്റർ അല്ല, ഗാങ്സ്റ്റർ. പാട്ടുകാരൻ, സിംഗർ സോങ് റൈറ്റർ. ഈ പടം ഇപ്പൊ 2023 പറഞ്ഞു. അതിനുശേഷം ഇപ്പൊ വേടൻ ഒരുപാട് വർക്കുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടോ? എനിക്ക് കൂടുതലും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കാനാണ് താല്പര്യം. കാരണം അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള പണിയെടുക്കാൻ പറ്റും. ഇപ്പൊ ഇതെന്താണെന്ന് പറയുക, ഇത് സിനിമയും ഇൻഡിപെൻഡന്റ് മ്യൂസിക് പോലെ തന്നെ ഒരു വലിയ ആർട്ട് ഫോമാണല്ലോ. നമുക്ക് നിരസിക്കാൻ പറ്റാത്തൊരു ആർട്ട് ഫോം.
നമ്മൾ സിനിമയ്ക്കകത്ത് നിലനിന്നേ പറ്റൂ. സിനിമ തരുന്ന ഒരു ഹൈപ്പ് ഉണ്ട് ഇവിടെ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾക്ക്. അതെ, ഈ അടുത്ത കാലത്ത് ഭയങ്കരമായിട്ടും എനിക്ക് തോന്നുന്നു ഡാപ്സി അങ്ങനെ ഒരുപാട് പേരിങ്ങനെ അവർക്കൊക്കെ ഒരു ഹൈപ്പ് കിട്ടണം പെട്ടെന്ന്. MC കൂപ്പർ, എനിക്ക് തോന്നുന്നു പുതിയ തലമുറയ്ക്ക് അത് കുറച്ചുകൂടെ ട്രാക്ക് പണ്ട്. കാരണം ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഹിപ്പ് ഹോപ്പ് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമായി മാറി നമ്മുടെ കൾച്ചറിനകത്ത്. അപ്പൊ അത് സിനിമയ്ക്കകത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ അത് സിനിമാക്കാരുടെ തോൽവിയാണ് ആക്ച്വലി. അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. സിനിമയും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു മേഖലയാണ്. സിനിമ നമുക്ക് വലിയ ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ സിനിമ എന്ന് പറയുന്ന ഒരു അതിനകത്തൊരു മാജിക് ഉണ്ടല്ലോ. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനകത്ത് ഇല്ല എന്നല്ല പറയുന്നത്. സിനിമ എന്ന് പറയുന്ന എല്ലാവരും ഓഡിയൻസ് വലുതാണ്. പിന്നെ പ്രൊമോഷനിൽ വലിയ വലിയ കമ്പനീസ് എടുത്തിട്ട് അവര് കണ്ടമാനം പ്രൊമോഷൻസ് റൺ ചെയ്യും. അത് ഡിഫറെന്റ് ആണ്. രതീഷിന്റെ ആദ്യത്തെ പടമാണിത്. എന്റെ ആദ്യത്തെ സിനിമ. ആദ്യത്തെ സിനിമയിൽ തന്നെ അതാണ് ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചത്. വേടനെ കൊണ്ട് പാടിക്കാൻ ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ അറിയാം, പക്ഷെ വേടൻ ഒരു പ്രശ്നമാണ്. ഒരു പ്രശ്നമില്ല. എനിക്ക് വാസ് എ ബ്രീസ് ടു വർക്ക്. അതായത് കിട്ടാൻ കുറച്ച് പ്രശ്നമാണ്. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയുടെ 100% കോൺസെൻട്രേഷൻ നമ്മുടെ കൂടെയാണ്. പിന്നെ വേറെ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ അപ്പനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പം അപ്പൻ്റെ ആ ഒരു സ്കെഡ്യൂളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം മനസ്സിൽ വെക്കും. അതിനനുസരിച്ചാണ്. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് ഡിലേ സംഭവിച്ചു. പക്ഷെ ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റുഡ്. അത് വേണ്ട ഒരു കാര്യം. ഇങ്ങനെ ഇത് സംവിധായകന്റെ മാത്രം തീരുമാനമായിരുന്നോ വേടനെ കൊണ്ട്? സുനിത്തേട്ടനാണെന്ന് ഞാൻ പ്രിഫർ ചെയ്തത് ആക്ച്വലി. കാരണം സുനിത്തേട്ടൻ ഓൾറെഡി നല്ല ലിസണറാണ്. മലയാളം ഹിപ്പ് ഹോപ്പ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് സുനിത്തേട്ടൻ. മ്യൂസിക്കിൽ ഇച്ചിരി വിവരം വെള്ളിയാഴ്ചയുള്ള ആളാണ്. അപ്പൊ പുള്ളിക്കാരനാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. പിന്നെ രതീഷേട്ടൻ്റെ കുറച്ച് ട്രാക്കുകളൊക്കെ കേട്ട് രതീഷേട്ടനും ഓക്കെ പയ്യനെ കൊണ്ട് എഴുതിപ്പിക്കാന്നുള്ളതാണ്. വലിയ കഥയൊന്നുമില്ല ചേച്ചി, ചിന്ന കഥ. ചിന്ന കഥയുള്ളൂ. എനിക്കറിയാലോ ചിന്ന കഥ എന്നും വേടൻ എന്ത് പറഞ്ഞാലും കോൺട്രവേഴ്സി ഇവിടെ. ഈ ഇവിടത്തെ ടാറ്റു അത് ആ എന്നുള്ള അക്ഷരമല്ല. അതെ ചേച്ചി, ഒന്ന് കാണിച്ചേ. തമിഴില് കണ്ടോ? എനിക്ക് തമിഴ് അറിയാം, അതുകൊണ്ടാ അറിയാം. അത് ആയാന്ന് മനസ്സിലായി. എന്താ ഈ ആ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ 7 വാക്കുകളാണ്. അത് അമ്മ, അപ്പ, അൻപ്, അറിവ്, അഴക്, അരസിയൽ, അഞ്ചാമൈ. ഈ 7 അഞ്ചാമൈ എന്ന് പറഞ്ഞാല്? അഞ്ചാമൈ എന്ന് പറഞ്ഞാൽ ഭയമില്ലായ്മ, ഫിയർലെസ്. അരസിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അറിയാം. ബാക്കിയെല്ലാം നമുക്കറിയാം. അതിൽ അഞ്ചാമൈ മാത്രമാണ് എനിക്കറിയാം. ആ 7 പക്ഷെ ഞാൻ പെട്ടെന്ന് ഓർത്ത് ആന്ന് പറഞ്ഞപ്പോ അമ്മയായിരിക്കും. അമ്മ ലൈക് അമ്മയാണല്ലോ. സ്റ്റാർട്ട് വിത്ത് മൂലകാരണം അമ്മയാണല്ലോ. അപ്പൊ പുള്ളിക്കാരി മരിച്ചപ്പോഴാണ് ഈ ടാറ്റു ഞാൻ അടിക്കുന്നത്. അപ്പൊ അതൊരു അമ്മയ്ക്കും അപ്പനും പിന്നെ എന്റെ പാട്ടമുപ്പാട്ടന്മാർക്കും ഞാൻ കൊടുക്കുന്നൊരു തലമുറ. എന്റെ തലമുറക്ക് ഞാൻ DNA വർഷിപ്പറാണ്. ഞാൻ എന്റെ പാട്ടമുപ്പാട്ടന്മാരെ ആരാധിക്കുന്ന, വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. എന്റെ പാട്ടമുപ്പാട്ടന്മാരെ എന്റെ DNA. അത് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ വർഷിപ്പാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട് ചില ഇപ്പം പറഞ്ഞ ചില നാടൻ പാട്ടില്, മറ്റേ ചില നാടൻ പാട്ടിലല്ല, അദ്ദേഹത്തിന്റെ CJ കുട്ടപ്പൻ സാറിന്റെ ആ ഒരു ഇത് കേട്ടിട്ടുണ്ടോ? അതേമാതിരി പുഷ്പാവതി ചേച്ചി പുള്ളിക്കാരി ഒക്കെ പാടുന്ന കുറച്ച് പാട്ടുകളുണ്ട്. ആ ഒരു ട്രാക്ക് പാടാൻ പറ്റുമോ? ഇപ്പം ഞാൻ ഈ ചോദിച്ചത് ആദ്യ പിറന്ന. ഇല്ല ചേച്ചി, അതൊക്കെ ഏത് പിച്ചില് പോണു. ഞാനൊക്കെ പാടി വെറുതെ അലമ്പായിപ്പ്. അപ്പൊ ഈ അമ്മ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് അമ്മ എന്നുവെച്ചാൽ സാധാരണ ഒരു കുടുംബം, ഇപ്പം എനിക്ക് തോന്നുന്നു സാധാരണക്കാരനായ ഒരാളാണ് വേടൻ. അപ്പൊ അതിൽ അമ്മ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സൊസൈറ്റിയിൽ പറയുന്ന അമ്മ എന്ന് പറയുന്നത് എല്ലാം സഫർ ചെയ്യുന്ന മക്കളെ വാരി ഊട്ടി സിനിമയില് കാണുന്ന അങ്ങനത്തെ അമ്മയൊക്കെ എന്തേലും പറഞ്ഞാൽ അമ്മ പറയുന്നതിനപ്പുറം ഇല്ല. അമ്മ പറയുന്നത് കേട്ടില്ലെങ്കിൽ ശരിയാക്കും അമ്മ. ഞാനും അമ്മ വളർത്തിയ ആളല്ല, ഞാൻ തന്നെ വളർന്നതായിരുന്നു. അമ്മേനൊക്കെ വളർത്തിയ ഞാനാ, അപ്പനെയും. അപ്പൊ നമുക്ക് വേറെ കാഴ്ചപ്പാടാണ് അമ്മ അപ്പ എന്നൊക്കെ പറഞ്ഞത്. എന്താ ഒരു കാഴ്ചപ്പാട് അമ്മ അച്ഛൻ എന്ന് പറഞ്ഞാൽ? അല്ല, ഈ ഒരു ഇപ്പൊ പറഞ്ഞ സിനിമയിലെ അമ്മയല്ല എന്റെ എന്റെ അമ്മയും സിനിമയിലെ അമ്മയല്ല. ഇപ്പോഴും എന്നെ അടിക്കുന്നതാണ് എന്റെ അമ്മ. ഇപ്പൊ ചേച്ചി പറഞ്ഞ ചോറ് വാരിത്തരുന്ന അമ്മ പറഞ്ഞു. ഞാൻ എനിക്ക് എന്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല അത്. ചോറ് വാരിത്തരുന്ന മുടി ഒന്ന് കട്ട് ചെയ്യാൻ എന്നെ സമ്മതിക്കാത്ത എൻ്റെ അമ്മ, വെളിയിൽ പോകുമ്പോൾ ഡ്രസ്സ് ശ്രദ്ധിക്കാൻ പറയുന്ന അമ്മ, അങ്ങനെ കൊഞ്ചിക്കാത്ത അമ്മ. അല്ല വെച്ചാൽ കൊഞ്ചിക്കും അവരുടേതായ രീതി. സ്ത്രീയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്നല്ല പറയണത്. മുടി കെട്ട് ചെയ്യാൻ ശ്രമിക്കാത്ത വസ്ത്രങ്ങൾ. ചിലപ്പോ എന്റെ അനിയത്തിക്ക് അങ്ങനെ ആയിരുന്നിരിക്കാം. എനിക്കൊക്കെ അമ്മ വേറെ ഡിഫറൻസ്. എടുത്ത കൈ പുറത്തടിക്കുവോ? ഇല്ല, നമ്മളങ്ങനെ വലിയ
ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുന്ന ആ. നമ്മൾ ചെറുപ്പം തൊട്ട് ഫാമിലിക്ക് നമ്മുടെ ലൈക്ക് എന്താണ് പറയുക, നമ്മുടെ മേശയ്ക്ക് നമുക്ക് ചോറ് കൊണ്ടുവന്ന് തരാം, ഞാനാണ് കൊണ്ടുവരുന്ന ആള്. ചെറുപ്പം തൊട്ടേ അതങ്ങനെ തന്നെയാണ്. ഞാൻ എന്താണ് അതിനെ പറയുക, സെൽഫ് സഫീഷ്യൻ്റ് ആണ്. നമ്മൾ പണിക്ക് പോയേ പറ്റൂ, സ്കൂൾ കഴിഞ്ഞാൽ പണിക്ക് പോകണം. അതുകൊണ്ട് അമ്മനെയും അപ്പനെയും വളർത്തിയ ആൾക്കാരല്ല നമ്മൾ. അപ്പൊ നമ്മൾ അവരെ കാണുന്നത് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾക്കാരായിട്ടാണ്. അല്ലാതെ അമ്മ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ അങ്ങനെയൊന്നുമില്ലേ. കുറെ ആൾക്കാർക്ക് അങ്ങനെയാണ്. സിനിമയിലെ അമ്മയല്ല നമ്മുടെ അമ്മയപ്പനും. നമ്മുടെ അമ്മയപ്പനൊക്കെ ഭയങ്കര അപകടകാരിയായിട്ടുള്ള ആൾക്കാരാണ്. എന്തെങ്കിലും തെറ്റിച്ച അപ്പം ചീത്ത ഇല്ല, നമ്മളെ അങ്ങനെ ചീത്തൊന്നും പറയില്ല, നമ്മളൊന്നും തെറ്റിയാറില്ല. അങ്ങനെ മിടുക്കനായിരുന്നു. മിടുക്കനെന്നാ കാരണം നമ്മളാണ് ലൈക്ക് ഫാമിലി കൊണ്ടുപോകണത് നമ്മളെ. നമ്മൾ തെറ്റ് ചെയ്ത കുഴപ്പമില്ലേ, നമുക്ക് തന്നെ തിരുത്താൻ പറ്റും. നമ്മളെ അങ്ങനെ അപ്പനെ ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്നൊന്നും പറയുന്നത്. കാരണം ഇവരാരും നമ്മളെ കൺട്രോൾ ചെയ്തിട്ടില്ല. എൻ്റെ ലൈഫിനൊന്നും ഒരാളും കൺട്രോൾ ചെയ്തിട്ടില്ല. അതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട് നമുക്ക്. അമ്മയും അപ്പനും മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്യാത്തതിന്റെ. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ. അവര് കാലത്ത് എൻ്റെ പണിക്ക് പോകണം, വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ തിരിച്ചു പിള്ളേരെ നോക്കാനൊന്നും അവർക്കറിയില്ല. പിള്ളേരുടെ കാര്യം തന്നെ. ശരിക്കും വേടൻ എന്ന് പറയുന്നത് തമിഴ് കലർന്ന മലയാളം. ഞാൻ ഹാഫ് തമിഴ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട് തമിഴല്ല, യാழ்പ്പാണം തമിഴ് ഈഴത്തമിഴ്. അന്ന് പറഞ്ഞത് എന്താ? തമിഴ് ഈഴത്തമിഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ ഉള്ള തമിഴന്മാരാണ് ഈഴത്തമിഴ്. എനിക്കൊന്ന് അറിവ് റാപ്പർ അറിവും പുള്ളിക്കാരന് ഈഴത്തമിഴ് പേരുള്ള വേറുള്ളവരാണ്. അതെ അതെ, കാരണം അദ്ദേഹത്തിന്റെ പുതിയ കഴിഞ്ഞിടെ ഇറങ്ങിയ എൻചാമി വള്ളിയമ്മ പേരാണ്ടി എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ഇറങ്ങിയിട്ടുണ്ട്. പുതിയതായിട്ടൊരു ആൽബം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഈ പടത്തിലേക്ക് ഇതിപ്പോ അമ്മ എന്ന് ചോദിക്കുമ്പോൾ പലർക്കും ഇൻസ്പിറേഷൻ അമ്മയാണ്, പലർക്കും ജീവിതത്തിൽ എന്താ പറയുക ഇങ്ങനെ ചെയ്യാൻ അമ്മയാണെന്ന് പറയും. ഇപ്പം പറഞ്ഞ പോലെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ചെയ്യുന്നതിന് മുന്നേ ഇൻഡിപെൻഡന്റ് വ്യക്തിയായിരുന്നു അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ജീവിച്ചു. കുറേ ആൾക്കാർ അങ്ങനെ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. കുറേ ആൾക്കാർ അങ്ങനെ തന്നെ ജീവിക്കുന്നത്. ഇത് ഈ പൊതുവെ അടുത്ത് പോയിട്ട് ഇവരൊക്കെ ഇങ്ങനെയാണോ ജീവിക്കണത്, വെറുതെ റോട്ടിലിറങ്ങി നോക്ക്. ഇവിടെ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ഇപ്പോഴും കൂലിപ്പണിക്ക് പോകുന്നുണ്ട്. ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൈൽഡ് ലേബർ നടക്കുന്ന സ്ഥലം കൂടിയാണ് കേരളം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചൈൽഡ് ലേബർ നടക്കുന്ന സ്ഥലമാണ്. സ്കൂളിൽ പോയാൽ അതേ സമയത്ത് തന്നെ പണിക്ക് പോകാണ്ട് ഇവിടെ പരിപാടി നടക്കില്ലേ. അപ്പോൾ നമ്മൾ ഈ മീഡിയ നമ്മളെ കാണിക്കുന്ന ഫാമിലി ഒന്നുമല്ല സാധാരണ. ഇവിടുത്തെ പൊതുവെ ഇന്ത്യയിലെ മാസമായിട്ട് ജീവിക്കുന്ന പട്ടികജാതിക്കാരുടെ ജീവിതമൊക്കെ വേറെ. അതൊന്നും ഇവിടെ ഒരു മീഡിയക്കകത്തും കാണിക്കുന്നില്ല. വെറുതെ അത് കാണിച്ച ആൾക്കാർക്ക് തയ്ക്കില്ല, ഇവർക്ക് തന്നെ തയ്ക്കില്ല, നമുക്ക് തന്നെ തയ്ക്കുക. അങ്ങനത്തെ ഒരു പടം കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പടം കാണിക്കാനുള്ള ധൈര്യമുള്ള ആൾക്കാരൊന്നുമില്ല. തമിഴ് എനിക്ക് തോന്നുന്നു ഇച്ചിരി തമിഴ് സിനിമയിൽ മാത്രം അങ്ങനത്തെ ഒരു ലൈക്ക് ഇച്ചിരി ഭയങ്കര റൂട്ടറായിട്ടുള്ള കൾച്ചർ കാണിക്കുന്നത്. നമ്മുടെ ഇവിടെ ആൾക്കാർ നായർ സിനിമയിലാണ്ട് ഇവിടെ സിനിമയിലെ ചേച്ചി, നായർ സിനിമയല്ലാണ്ട് ഇവിടെ സിനിമയിലെ ചേച്ചി മലയാളത്തില്. വേറെ ഇവിടെ പാവപ്പെട്ടവന്റെ പടം ഏതാണ്? ഇവിടെ പാവപ്പെട്ടവന്റെ പടം ഇല്ല, പാവപ്പെട്ടവന് പാട്ടുണ്ട് ഇപ്പൊ. ഒരു വോയിസ് ഉണ്ട്. പാവപ്പെട്ടവന് പടവില് ചേച്ചി ഇവിടെ കേരളത്തില്. പാവപ്പെട്ടവന് സിനിമ ചെയ്യാൻ പറ്റില്ല ഇവിടെ. ഇതേ ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമ ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറെ കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് 10 ദിവസത്തിനുള്ള പടം റിലീസാ. പുള്ളിക്കാരനെ അറിയാം അതിന്റെ കഷ്ടം. അപ്പൊ പാവപ്പെട്ടവന് അത് പറ്റില്ല. പാവപ്പെട്ടവന് കേരളത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി. ഈ പാവപ്പെട്ടവന് വേടൻ ഡിഫൈൻ ചെയ്യുന്ന ആര്? എനിക്ക് ഒറ്റ വാക്കിൽ പറയാതെയാണെങ്കിൽ ജാതിയാൽ താഴ്ത്തപ്പെട്ടവരാണ് ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവർ. കാശുണ്ടായാലും ഇവിടുത്തെ ഒരു പട്ടികജാതിക്കാരന് കാശുണ്ടായാലും മുന്നേറാനൊന്നും പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒരു വിനായകൻ ചേട്ടൻ അഭിനയിച്ചൊരു പടം ഉണ്ടല്ലോ, കമ്മട്ടി പടം, അതൊരു പൊളിറ്റിക്കൽ സിനിമയാണെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതിനൊരു പൊളിറ്റിക്കൽ, കാരണം അങ്ങനത്തെ ഒരു നായകനെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ലല്ലോ. അതില് നായകനാണ് വിനായകൻ ചേട്ടൻ. അതേമാതിരി ഇത് എന്താണ് ജയിലറിനകത്ത് നായകനാരാ? ജയിലിനകത്ത് 4 മഹാനടന്മാർക്ക് മുന്നിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് കല്ലയ്ക്ക് കാണാൻ വെറുതെ മനസ്സിലായോ സാറേ? അതൊക്കെ ലൈക്ക് ആക്ച്വലി എന്നെ സംബന്ധിച്ചോളം ഞാൻ എല്ലാത്തിലും കുറച്ച് രാഷ്ട്രീയം കാണാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയായിരുന്നു, അങ്ങനെ ജീവിച്ചു വന്ന ആൾക്കാർ. അപ്പൊ എന്നെ സംബന്ധിച്ചോളം വിനായകൻ ചേട്ടനൊക്കെ മുന്നോടിയായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അല്ല, നിരന്തരം ഇത്തരം രാഷ്ട്രീയം പറയുമ്പോൾ, ഈ പറയുന്ന ദളിത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പട്ടികജാതി രാഷ്ട്രീയം പറയുമ്പോൾ അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടംമായി. അതാണ് ഇതിലേക്ക് വന്നത്. ആദ്യത്തെ എന്റെ ക്വസ്റ്റ്യൻ എല്ലാം കൊണ്ട് എത്തിക്കുന്നത് ഞാൻ ഇതിലേക്കാണ്. കാരണം ഇങ്ങനെ ഒരാൾ വേടനാകുമ്പോൾ ഉടനെ തന്നെ അല്ല വേടൻ അങ്ങനത്തെ സ്ട്രോങ് എഴുതുള്ളൂ. എനിക്ക് ഇതിനെക്കുറിച്ച് വളരെ റാഡിക്കൽ ആയിട്ടുള്ള കുറച്ച് വ്യൂസ് ഉണ്ട്. റൈറ്റ്, ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നാളുകളായി അമേരിക്കയിൽ. ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു DNA വെച്ചിട്ട് ട്രാൻസ്ഫർ ആവുന്ന ഒരു സാധനമല്ല. അതല്ല ഇന്റലിജൻസ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ആയിട്ട് ആരെങ്കിലും ഒരു എക്സസൈസ് നടത്തി കഴിഞ്ഞാൽ നന്നായിരുന്നു.
ഇവിടെയുള്ള ഏറ്റവും ഒരു താണ ജാതിയിൽ അല്ലെങ്കിൽ ഒരു അതുപോലത്തെ കണ്ടീഷനിൽ വളരുന്ന അല്ലെങ്കിൽ ജനിച്ച ഒരു കുട്ടിയെ ഒരു ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് സ്കൂളിൽ കൊണ്ടാക്കിക്കേ, അത് കുട്ടിക്ക് എല്ലാ രീതിയിലുള്ള പ്രൊവിഷൻസും കൊടുത്തു പോയി. ഇവിടെ കൊണ്ടാക്കാൻ പറ്റുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. അതാണ് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വാട്ട് ഡസ് ദാറ്റ് മീൻ? ദാറ്റ് മീൻസ് ഇന്റലിജൻസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് നമ്മളെവിടെ നമ്മുടെ സാഹചര്യങ്ങൾ. ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ആ സാഹചര്യം ചില ആളുകൾ മോണോപ്ലൈസ് ചെയ്ത് അങ്ങനെ ഒരാൾ പഠിച്ചിട്ടുണ്ട്, അത്രയും ഇന്റലിജൻസിൽ പഠിച്ച് അത്രയും വെളി രാജ്യങ്ങളിൽ പഠിച്ച ഒരാൾ ഇവിടെ ഉണ്ട്. 60,000 പുസ്തകങ്ങൾ വായിച്ചിട്ട് വെറുതെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു നമുക്ക്. എന്നിട്ട് ഇപ്പൊ ആൾക്കാരെ മറന്നു തുടങ്ങി. 60,000 പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരേ ഒരു മനുഷ്യനായി അയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മാത്രല്ല എത്രയോ ഡിഗ്രികൾ വെറുതെ അടുക്കള ഡിഗ്രി ഒക്കെ വാങ്ങി അടുക്കളയിൽ വെച്ചേക്കണത് പുള്ളിക്കാരൻ. പുള്ളിക്കാരന് വരെ വിലയില്ല ഇവിടെ. എന്നിട്ടാണ് ഇവിടെയുള്ള ബാക്കിയുള്ള പട്ടികജാതിക്കാർക്ക്, ബാക്കിയുള്ള ഇങ്ങനത്തെ ജനങ്ങൾ. ഡോക്ടർ അംബേദ്കർ അത്രയധികം വായിക്കുകയും അത്രയധികം അറിവ് നേടുകയും നോളജ് പേഴ്സൺ ആവുകയും ചെയ്തൊരു വ്യക്തി പോലും. അദ്ദേഹം പഠിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന് അവിടെ എന്താ പറയാ മ്യൂസിയം ഉണ്ട്. ഓരോ സ്ഥലത്തും അദ്ദേഹത്തിന് നമ്മുടെ വിജ്ഞാന ഇതായിട്ട് കാണിക്കുന്ന തന്നെ. എന്നിട്ട് ഇവിടെ അംബേദ്കറിന്റെ ഒരു ശില വെച്ച ആ ശിലയ്ക്ക് മേളിൽ ഒരു കൂട് വെക്കേണ്ടി വരും. കാരണം സൗത്ത് ഇന്ത്യയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തമിഴ്നാട്ടിലൊക്കെ പോയി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു അംബേദ്കറിന്റെ ഒരു ശില ഉണ്ടെങ്കിൽ ആ ശിലയ്ക്ക് ചുറ്റും കൂട് വെച്ചിട്ടുണ്ടാവും. കാരണം അത് ആരും തല്ലി പൊട്ടിക്കാണ്ടിരിക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഒരു ശിലേനെ തല്ലി പൊട്ടിക്കാൻ ആൾക്ക് അതിന്റെ ആവശ്യം തിരിക്കണം. കാരണം ആ ഐഡിയയെ തന്നെ ഇവർ പേടിക്കണല്ലേ. ആ രൂപത്തിൽ തന്നെ കാണുമ്പോമാർക്ക് തള്ളു വിടും കളാ. തമിഴിലെ തെറിയാണോ? അല്ലല്ല, ചെറുതായിട്ട്. അതുപോലത്തെ റെവല്യൂഷണറി ആയിട്ടുള്ള ഐഡിയാസ് വന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഭാരതം ഇപ്പോഴെങ്കിലും ഇങ്ങനത്തെയെങ്കിലും ഒരു ഭാരതമായത്. അങ്ങനെ റെവല്യൂഷണറി ഐഡിയ വന്നതുകൊണ്ട് മാത്രമല്ല, അത് ഫോളോ ചെയ്യുന്ന കുറെ ആളുകളും കൂടെ ഉണ്ട്. നിരന്തരം വേടനെ പോലുള്ളവർ അത് സംസാരിക്കുന്നുണ്ട്. വേടനെ പോലെയുള്ളവർ, വേടന്റെ ഫസ്റ്റ് സോങ് ആണ് വോയിസ് ഓഫ് വോയിസ്ലെസ് അല്ലേ? അതിൽ പറയുന്നത് സൗണ്ട് ഇല്ലാത്തവരുടെ ശബ്ദമാണെന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് വേടൻ ഇപ്പോഴും നിങ്ങളെ പോലെയുള്ള അല്ലെങ്കിൽ പുതിയൊരു സിനിമയിൽ വേടൻ വേണം, അല്ലെങ്കിൽ വേടന്റെ റാപ്പിനൊരു ഒരു ഭയങ്കര പഞ്ച് ഉണ്ടെന്ന് പറയുന്നത്? അതും വേടന്റെ ഒരു ആട്രിബ്യൂട്ട്സ് ആയിട്ട് ഒരു ബന്ധമില്ല, കല മാത്രം. അതെ സുനിത്ത്, ഇപ്പൊ സുനിത്ത് ഈസ് എ ക്രിസ്ത്യൻ, റൈറ്റ്? സുനിത്ത് ഡൈ ഹാർട്ട് ഫാനാണ് വേടന്റെ, ഡൈ ഹാർട്ട് ഫാൻ. അപ്പം സുനിത്ത് പറഞ്ഞ് എടാ ഇവനെ കിട്ടാൻ പാടാണ്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ചിന്തിക്കുന്ന പോലുമില്ല. ഇവനെ എങ്ങനെയും ഇന്നാക്കുക എന്നുള്ള അല്ലെ. ഇദ്ദേഹം എവിടെ നിന്ന് വന്നു, എവിടെ ജനിച്ചു, ഏത് സാഹചര്യം, ഇതിലൊന്നും ഒരു ഞാൻ ജനിച്ച സാഹചര്യത്തിൽ തന്നെ ഐ വിൽ ടെൽ യു ദിസ്, ഓക്കെ? എനിക്കൊരു 10, 18, 20 വയസ്സുണ്ടായ ആ ഒരു സമയം വരെ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം റിലീജിയൻ എന്ന് പറയുന്നത് ഫുഡാണ്, ഫുഡും ഫെസ്റ്റിവൽസുമാണ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാനിപ്പോൾ പള്ളിയിൽ പാടാൻ പോയിട്ടുണ്ട്. എന്തൊരു കാര്യം എന്നറിയോ? ബിരിയാണി കിട്ടും. കല്യാണത്തിന് പാടാൻ പോയ ബിരിയാണി കിട്ടും. ഹൈ റൈസസ് ആണ്, ഇനോ മൈക്കും സംഭവം ഒന്നും വേണ്ട, ആ പരിപാടി ചെയ്യും. അപ്പൊ അവിടെ ഇപ്പം ഈ നമ്മുടെ ഉത്സവങ്ങൾ ആകെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കോളാമ്പി മാത്രമാണ് പ്രശ്നം. രാവിലെ 5:30 എഴുന്നേക്കും, പല പള്ളിയിൽ നിന്നാണെങ്കിലും അമ്പലത്തിൽ നിന്നാണെങ്കിലും, അത് മാത്രമാണ് ഒരു പ്രശ്നം. അതല്ല, ഞാൻ ജനിച്ചു പറഞ്ഞ സാഹചര്യത്തിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ ഒരു ഡിവിഷൻ തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇപ്പോഴാണ് അത് ഫോർ സം റീസൺ ഇതിങ്ങനെ മൗണ്ട് ചെയ്യുകയാണ്. വേടനെ നന്നായിട്ട് അറിയാം, കാരണം ഷോസ് ഇപ്പം പറയുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഷോസ് കട്ടായി പോകുന്നത് ഈ പറച്ചിലിന്റെ അടിസ്ഥാനത്തിലാണ്. അൺസ്റ്റോപ്പബിൾ. പുള്ളി എന്തൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഈ വേടന്റെ ടൈപ്പ് ആർട്ട് ഫോമിനൊന്നും ആർക്കും ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റില്ല. അത് ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് മാത്രമേ പറ്റൂ. അത് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് കംസ് ഫ്രം DNA. ആ DNA ഒരു താളമുണ്ട്, ആ DNA ഒരു ഒരു അർത്ഥമുണ്ട്, ആ DNA ഒരു പവർ ഉണ്ട്. അതിലാണ് അതെല്ലാം പോകുന്നത്. ആർട്ടിനെ ഈ പറയുന്ന സംഭവങ്ങളിനകത്ത് ഈ നോയ്സിന്നെല്ലാം ആർട്ടിനെ ഡിസ്കൗണ്ട് ചെയ്യണം. കാരണം അങ്ങനെ തെറിച്ചു പോകുന്നതാണ് ഒരാളുടെ വിശ്വാസമെങ്കിൽ, സങ്കല്പങ്ങളെങ്കിൽ അതിനകത്ത് എന്താണ് കാര്യം? പറ്റില്ല. ആർട്ട് ഇസ് ഡിഫറെന്റ്. ആർട്ടോ ഇവിടെ ഏതോ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഇവിടെ വിപ്ലവം ഉണ്ടാക്കിയ ടൈമുകളുണ്ട്. അതായത് സിനിമയിൽ പോലും അറിയാലോ, ഹിന്ദി പടങ്ങൾ മിക്കതും ഞങ്ങളുടെ ദൈവങ്ങളെ അപമാനപ്പെടുത്തി എന്നും പറഞ്ഞിട്ട് സീനാക്കുന്നവരുണ്ട്. അപ്പം ആർട്ടിനെ നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ, കുറേ ആളുകൾ അതിനെ മുൻകൂട്ടി, ഇപ്പം നിങ്ങളെപ്പോലുള്ള സിനിമകളിൽ ഇവർക്ക് അവസരം കൊടുക്കുക, അല്ലെങ്കിൽ ഇവരുടെ ഒരു പാട്ട് വേണം, അല്ലെങ്കിൽ ഇവരുടെ ഒരു വേടൻ എനിക്കാണ് അവസരം തന്നത്. ലെറ്റ്സ് ബി വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. വേടൻ എനിക്കും സുനിത്തിനും ഞങ്ങളുടെ ചെക്മേ ടീമിനുമാണ് അവസരം തന്നത്. അല്ലാതെ ഞാൻ ഇങ്ങനെ കിട്ടാൻ തന്നെ പാടാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ. വീരൻ പാട്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ,
അത് വേറൊരു ഇപ്പൊ ഞാൻ വീരൻ പാട്ട് ചെയ്യുന്നത് അങ്ങനെ ഞാൻ പറയത്തേ ഉള്ളൂ. പുള്ളിയാണ് അതിനകത്ത് ആ ഒരു ടോപ്പ് ലൈനിലേക്ക് ആ വാക്കുകൾ കയറ്റുന്നത്. അത് ഇപ്പം BK ഹരിനാരായണ ആണെങ്കിലും ജോ പോൾ ആണെങ്കിലും വിനായക് ശശികുമാർ ആണെങ്കിലും ധന്യ സുരേഷ് മേനോൻ ആണെങ്കിലും അവരെല്ലാവരും ലിറിക്സിസ്റ്റുകളാണ്. അവരെല്ലാവരും ചെയ്ത ഒരു സംഭവം ഒരു 100 miles per hour പുള്ളി ചെയ്തത്. അപ്പൊ അവിടെയാണ് വ്യത്യാസമാവും. എനിക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പം പുതിയ പുതിയ പടങ്ങളിൽ വേടനെ പോലുള്ളവർക്ക് അവസരം കിട്ടുന്നതും അതുപോലെ തന്നെ അത് ശ്രദ്ധിക്കപ്പെട്ടിട്ട് ഏറ്റുപാടുന്നത്. ആ ഒരു ഏറ്റുപാടുന്നത് ഇപ്പം വേടം പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം എൻ്റെ പെർഫോം ഉണ്ട്. ആ പെർഫോമിനെ വെച്ചിട്ടാണ് ഇനി അടുത്ത ദിവസം മുതൽ ഈ തരംഗം ഉണ്ടാകാൻ പോകുന്നത്. ആ ഒരു ഇൻസ്റ്റാഗ്രാം പോലുള്ള റീലുകളിൽ ആ സ്റ്റെപ്പുകളാണ്. ഇപ്പം ആ കുതന്ത്രത്തിന് ഇങ്ങനെയുള്ളൊരു സ്റ്റെപ്പ് പോലും വരുന്നത് വേടൻ്റെ പെർഫോമിന് ശേഷമാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. നല്ലൊരു പാട്ട് വന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു നമുക്കിത് ഏതാണ് വരികളൊന്നും അറിയത്തില്ലായിരിക്കാം, പക്ഷെ ഇത് കേൾക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ പുതിയ പടത്തിലെ പാട്ടൊന്ന് വേടൻ ചെയ്ത പാട്ടൊന്ന് പാടാവോ? അത് ഞാൻ പാടാനോ? പാട്. ഓക്കെ, ശ്രമിച്ചു നോക്കാം. വഴികൾ മാറുന്നു ആരുണ്ടെതിരെ നിൽക്കാൻ, വിധികൾ മാറുന്നു വേരുണ്ട് മണ്ണിൽ നിൽക്കാൻ, വില്ല ഞാൻ തന്നെ ഭൂമിയിൽ നദീപനല്ലേ, പാതാള ലോകം എൻ്റെ കാലുകൾക്കടിയിലല്ലേ, നേരെ നിന്ന് പോര് ചെയ്യുന്ന കൂട്ടമല്ലേ പോരിലിനെ നിർത്തുവാൻ പാലിലാണ ആരുമില്ലേ, നേരെ നിന്ന് പോര് ചെയ്യുന്ന കൂട്ടമല്ലേ പോരിലിനെ വീഴ്ത്തുവാൻ പാലിലാണ ആരുമില്ലേ, കഥകളായിരം പലതരം നമ്മെപ്പറ്റി 100 നാവുകൾ പറഞ്ഞിടും, പറവയായിരം പലതരം നമ്പരുന്നത് പോലെ എങ്ങ് മേലെ പാറിടും, ഞാൻ നടന്ന പാതയും ഞാൻ അറിഞ്ഞ വീതിയും ഞാൻ നടന്ന ദൂരവും ഞാൻ ചുമന്ന ഭാരവും ഞാൻ ജയിച്ച പോരിൽ ഒരു മിച്ചമില്ല ഒരാളിലും മച്ചമെന്നതില്ല നെഞ്ചിലും. പിന്നൊരു കാലവും നേരവും നമുക്ക് വേണ്ടി മാറും, ഉറിഞ്ഞ പുണ്ണതാറും കാശു വന്നു ചേരും, ചരിത്രം എന്നെ പാടും കാലവും നേരവും, വഴിയിലാരടാ മാറടാ വീരനാണടാ വീഴാതെ വന്നതാണടാ, പുതിയ ആളടാ പഴയ വീഞ്ഞിന്റെ ഗുണമടാ, പഴയ കാലം പോയി പുതിയ നാളെ വന്നയാണടാ. ഒരു കാലല്ലേ അത് ഇരുന്ന് എഴുതിയത്. ഇപ്പൊ എല്ലാം ഓർമ്മ വന്നു, ഇരുന്ന് എഴുതിയത് വരികള് കിട്ടാന് അല്ലെ. അതായത് ഫോൺ വഴിയുള്ള ബന്ധം മാത്രമേ ഉള്ളൂ, വിദേശത്ത് ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്യാ. അപ്പൊ അതിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മള് നേരിട്ടിരുന്ന് സംസാരിച്ച് ഒരു പണിയെടുക്കണതും ഫോൺ വഴി ഇത്തിരി പാട് നല്ല രീതി കൺവേ ചെയ്യണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അനുവേടൻ ഈ പാട്ട് കേട്ടിട്ട് എന്ത് പറഞ്ഞു? അനുവേടൻ പറഞ്ഞു, ഇത് നീ കറക്റ്റായിട്ട് പ്രൊമോട്ട് ചെയ്ത് ഇത് നീ നശിപ്പിക്കരുത്, ഇത് കറക്റ്റായിട്ട് നീ പ്രൊമോട്ട് ചെയ്യണം. ദിസ് ഇസ് ഗോയിങ് ടു ബി, ഇതും കൺമണി സോങ്ങും ഇസ് ഗോയിങ് ടു ബി യുവർ ഐഡന്റിറ്റി എന്നുള്ളൊരു പോയിന്റ് അനുവേട്ടൻ പറഞ്ഞു. അനുവേട്ടൻ വാസ് ടോട്ടലി ഇൻ. ഒരു ദിവസം പുള്ളി വണ്ടി പാടിയിട്ടുണ്ട്. ആ പാട്ട് ചിത്ര ചേച്ചിയല്ലേ പാടിയത്? കൺമണി പാട്ട് ചിത്ര ചേച്ചിയാണ് പാടിയത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു USP. ചെക്ക്മേറ്റ് എന്ന് പറയുന്ന ഒരു മ്യൂസിക്കലാണ്, ബേസിക്കലി മ്യൂസിക് ബേസ്ഡ് ആയിട്ടാണ്. പക്ഷെ ട്രെയിലറൊക്കെ കാണുമ്പോഴത്തേക്കും കുറെ ആളുകളെ ഇപ്പം അനുപേട്ടനോട് ചോദിക്കാൻ വെച്ചിരുന്ന കാര്യമാണ്, എല്ലാ പടങ്ങളിലും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം വില്ലൻ നായകൻ പുള്ളിക്ക് ഇഷ്ടമേ ഇല്ല. പുള്ളിക്ക് ഇഷ്ടമുള്ള ഒറ്റൊരെണ്ണം മനുഷ്യന്റെ സങ്കീർണമായ കാര്യങ്ങൾ, സങ്കീർണത. അത് എല്ലാ പടത്തിലും ഉണ്ട്, എല്ലാ പടത്തിലും തന്നെ ഉണ്ട്. അപ്പൊ ഇതിലും അതുപോലെ തന്നെയാണ് ചെക്ക്മേറ്റ് ആണ് വെച്ചേക്കുന്നത്. ചെക്ക്മേറ്റ് ഒരു ഫീമെയിൽ സെൻട്രിക് മൂവിയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുവേട്ടനെയും ലാൽസാറിനെ പോലുള്ള ആളുകൾ ആ ഒരു സ്ക്രിപ്റ്റ്, അത് ബീങ് റിസെപ്റ്റീവ് ടു ദാറ്റ് സ്ക്രിപ്റ്റ്, റൈറ്റ്, അതത്ര എളുപ്പമല്ല. അവരുടെ ഒരു ലെവലിൽ നിൽക്കുന്ന ആക്ടേഴ്സിന് അത്ര എളുപ്പമല്ല. ചെക്ക്മേറ്റ് ഒരു ഫീമെയിൽ സെൻട്രിക് മൂവിയാണ്. ചെക്ക്മേറ്റ് അതൊരു നായകൻ നായിക എന്ന് പറയുന്ന കോൺസെപ്റ്റിനേക്കാളും കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വെർട്ടിക്കിൾസ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആളുകളുടെ സ്വഭാവം, ആളുകളുടെ ആസ്പിറേഷൻസ്. ആ ആസ്പിറേഷന് വേണ്ടി അവർ എന്ത് ചെയ്യാൻ റെഡിയാണ്, ഏതറ്റം വരെ പോകാൻ റെഡിയാണ് എന്നുള്ളൊരു പോയിന്റാണ്. അതങ്ങനെ ഒരു നായകൻ വരുന്നു, ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു, 10 പേര് ഇടിച്ചിടുന്നു, ഇതുപോലത്തെ സംഭവം. ഇതെല്ലാം നമ്മൾ ചവച്ച് തുപ്പിയ ആദ്യത്തെ പടമാണ്. കഥ, തിരക്കഥ, സംഭാഷണം, ഡയറക്ഷൻ, ഇത്രയും മേഖലയിൽ മ്യൂസിക്. പിന്നെ ഡ്രൈവർ, എടുക്കുക, ആളുകളെ ഡ്രോപ്പ് ചെയ്യുക, പിക്കപ്പ് ഡ്രോപ്പ്, പ്രൊഡക്ഷൻ കൺട്രോൾ എല്ലാം ചെയ്ത്. അയ്യോ, എന്റെ ടീമാണ് മൊത്തം പണിയെടുത്തത്. അല്ല, യുഎസിലായിരുന്നോ? ന്യൂയോർക്കിലും കണക്ടിക്കറ്റിലും മാസച്യൂസെറ്റ്സിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ആക്ച്വലി താങ്കളൊരു ഇന്റലിജൻസ് വിഭാഗത്തിലില്ല, എന്തുവായിരുന്നു? കണക്ടിക്കറ്റ് ജുഡീഷ്യൽ ബ്രാഞ്ച്, സൈബർ സെക്യൂരിറ്റി, അവിടുത്തെ ചീഫ് ഓഫ് സെക്യൂരിറ്റിയാണ്. അപ്പം ഈ സെക്യൂരിറ്റി സിസ്റ്റമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇല്ല, ഇതൊരു ഡ്രഗ് ട്രയൽ ആണ് ഇതിൻ്റെ ഒരു കോർ ലോജിക് എന്ന് പറയുന്നത്. ആ ഒരു ഡ്രഗ് ട്രയൽ എന്ന് പറയുന്ന ആ ഒരു കോർ ലോജിക് ആണെന്ന് മാത്രമേ ഉള്ളൂ. സിനിമ ഡ്രഗ് ട്രയലിനെ കുറിച്ച് ഉള്ള അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഒന്നുമല്ല. അതിൻ്റെ ഒരു ഫിലിപ്പ് കുര്യൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അദ്ദേഹം പറഞ്ഞ പോലെ പാലയിൽ നിന്നും പൊങ്ങി വന്ന് ഇപ്പോൾ അമേരിക്കയിൽ ഒരു $120 million
വർത്തിൽ നിൽക്കുന്ന ഒരു വലിയ കമ്പനിയുടെ CEO. പക്ഷെ അത് പുള്ളിയുടെ ഒരു ഭാഗമാണ്. മറ്റേ വർഷം എന്ന് പറയുന്നത് ഇപ്പോഴും ആ പാലക്കാരനാണ്. ഇപ്പോഴും ആ പാലയിലെ സ്ലാങ് വേസ്റ്റ് ആയിട്ട് ഞാൻ കോട്ടയംകാരനാണ്, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്ലാങ് പിടിച്ചത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞ പോലെ ആ ഒരു സർക്കിളിലുള്ള ആൾക്കാരാണ്. നേരത്തെ പറഞ്ഞ പോലെ കൂടുതലും ക്രിസ്ത്യൻസ് ആണ് എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളും. അപ്പം എനിക്ക് നാച്ചുറലി ആ ഒരു സ്ലാങ് വരും. അപ്പൊ അങ്ങനെ ഈ കഥ എഴുതിയിട്ട് എത്ര നാളായി? ഇത് കഥ എഴുതിയത് ഐ തിങ്ക് ക്ലോസ് ടു ഒരു 3 കൊല്ലമായി. ആദ്യം ഒരു ആന്തോളജി സീരീസ് ആയിരുന്നു നമ്മൾ മനസ്സിൽ വിചാരിച്ചത്. അത് പിന്നെ ഈ കഥകളെല്ലാം ഡെവലപ്പ് ചെയ്ത് we were able to, you know, kind of like ഈ പടം പൂർണ്ണമായും അവിടെയാണ് ചിത്രീകരിച്ചത്? പൂർണ്ണമായും അമേരിക്കയാണ് ചിത്രീകരിച്ചത്. 100%. എനിക്ക് തോന്നുന്നു അവിടെ തന്നെ നേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അവിടെ സ്റ്റേയിങ് ആയതുകൊണ്ട് മൊത്തം സ്ഥലങ്ങളും അതെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പാർലമെന്റ് കവർ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അതെ, നിങ്ങൾ ജുഡീഷ്യൽ പിന്നെ സിമ്പിൾ ആണല്ലോ. അങ്ങനത്തെ കണക്ഷൻ ഒന്നും അല്ല. അവിടെ അവരത് അനുവദിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ സ്റ്റാച്യൂസ് നോക്കി അവർ പറഞ്ഞ ഇതിപ്പം പബ്ലിക്കിന് ഓക്കെ ആണല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചു. അവർ വളരെ റിസപ്റ്റീവ് ആയിരുന്നു. ഒരു വലിയ തോക്കൊക്കെ പിടിച്ച ഒരു 10 പേരെ നമ്മൾ ഹയർ ചെയ്യേണ്ടി വന്നു. വലിയ തോക്കൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ സൈഡിലൊക്കെ നിന്നു. ഇതിപ്പം ഇതിന്റെ വേടൻ ന്യൂസിലൻഡ് പോയിരുന്നു ഇല്ലല്ലേ? ന്യൂയോർക്കിൽ പോയിരുന്നോ? USA വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ല, ഇതിന്റെ സക്സസ് ഉണ്ടാവട്ടെ. സക്സസ് ഉണ്ടായിട്ട് ഈ പറഞ്ഞ പാട്ട് അങ്ങ് ന്യൂയോർക്കിൽ മുഴങ്ങി കേൾക്കട്ടെ. വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വിസയ്ക്ക് വേണ്ടി ഓൾറെഡി ഇപ്പൊ ഓസ്ട്രേലിയൻ വിസ കിട്ടിയത് കൊണ്ട് നമുക്ക് വലിയൊരു ഹോപ്പ് ഉണ്ട് US വിസ കിട്ടുമെന്ന്. കിട്ടുമായിരിക്കും. കിട്ടുന്നേ. എവിടെ പോവാം നമുക്ക്? അവിടെ ഇവിടെ ഇരുന്ന് നമ്മൾ അവിടെ പണ്ട് പറഞ്ഞതുപോലെ നമ്മൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ അവര് നമ്മളെ ഇങ്ങോട്ട് തേടി വരും. തേടി വന്നില്ലേ? അമേരിക്ക പോകാൻ ചേച്ചി, തൊട്ടപ്പുറത്ത് കിടക്കണം അമേരിക്ക. അതന്നെ, മറ്റേ ഗ്ലോബ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ ഏതായാലും നിങ്ങളുടെ പടം ഭയങ്കര വിജയമാവട്ടെ. ആ ഒരു സക്സസ് സെലിബ്രേഷനിൽ വേടൻ അവിടെ സ്റ്റേജിൽ ഇത് പെർഫോം ചെയ്തിട്ട് കൂടെ ഇദ്ദേഹവും പാടണം. കാരണം വേറെ ഒന്നുമല്ല, ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്തിട്ട് അത് ചെയ്യുന്നത്. അപ്പോൾ അത് ഉണ്ടാവട്ടെ. അപ്പോൾ പടം അടിപൊളിയാവട്ടെ. എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ പോയി നമ്മൾ കാണാം. രതീഷേന്റെ ഗാങ്ങിനെയും കുറേ കാലത്തെ പ്രയത്നമാണ്. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കേരളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനാദ്യം അതിനാദ്യം പണിയെടുത്തല്ല, പകുതി ആൾക്കാർ പകുതി വഴിക്ക് ഇട്ടിട്ട് പോകണം. പണിയെടുത്ത് തീർത്തല്ല നല്ലത്. നമ്മുടെ ജീവനാണിത്. ഒരു 3 കൊല്ലമായിട്ട് ഇത് തന്നെ ശ്വാസം. മലയാളികളെ നമ്പി ചെയ്തൊരു സംഭവമാണ്. ഓക്കെ, താങ്ക് യു.